നേരെ മറിച്ച് ഇപ്പൊ എന്താ പറ്റിയത്? ഇപ്പൊ പറ്റിയെന്താ വെച്ചാൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് CPM BJP സംഘർഷവുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാടുകൾ കണ്ടാൽ അവര് IPS ഓഫീസർ ആയിരുന്നു എന്നല്ല, ഒരു സാധാ കുട്ടമ്പിള്ള പോലീസാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സിവിൽ പോലീസ് ഓഫീസർ കുട്ടമ്പിള്ള പോലീസ് നമ്മൾ പറയില്ലേ പഴയ കാലത്ത്, അതുപോലും പറയാൻ പറ്റില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ലവ് ജിഹാദിനെ പറ്റി. അതാ ഞാൻ പറഞ്ഞു, അവര് പറയുന്നത് മുഴുവൻ മണ്ടത്തര. ഇപ്പൊ ലവ് ജിഹാദിനെ പറ്റി അവര് വലിയ വർത്താനം പറഞ്ഞിട്ട് ഇത്രയും കാലം അവർ സർവീസിൽ ഇരുന്നിട്ട് ഒരു FIR ഉണ്ടോ ലവ് ജിഹാദ്? ഒരു FIR ഇല്ലല്ലോ ഇതുവരെ. ഇപ്പൊ സ്വയം കഴിവുകേട്ടതാണെന്ന് സ്വയം സമ്മതിക്കും. അതാണ്. അപ്പൊ ഇവിടെ ലവ് ജിഹാദ് നടക്കുന്നു, മറ്റേ ജിഹാദ് നടക്കുന്നു, സ്വത്ത് ജിഹാദ് നടക്കുന്നു, റിയൽ എസ്റ്റേറ്റ് ജിഹാദ് നടക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരു കേസ് പോലും തന്റെ സർവീസ്, ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാത്ത ഈ ശ്രീലേഖ IPS എന്ന് പറയുന്ന ആ ലേഡി, അവരിപ്പോ വന്നിട്ട് ഇവിടെ ലവ് ജിഹാദിണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക? അതുപോലെ തന്നെയാണ് പോലീസിനെതിരെ. ഇപ്പൊ സംഘർഷം നടക്കുമ്പോൾ പോലീസ് എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ളത് മറ്റാരേക്കാൾ നന്നായി അറിയേണ്ടതല്ലേ ശ്രീലേഖയ്ക്ക്. എന്തുകൊണ്ടാണ് പോലീസ് അങ്ങനെ ഇടപെടുന്നത്? പോലീസ് മർദ്ദിച്ചു എന്നാണ് പറഞ്ഞത്. വലിയ തോതിൽ BJP പ്രവർത്തകരെ മർദ്ദിച്ചു. പോലീസ് ഇപ്പൊ ഇതിനു മുമ്പ് മർദ്ദിച്ചിട്ടില്ലേ? ഇവര് ഈ DGP ആയിരിക്കുമ്പോ മറ്റേ എല്ലാ പാർട്ടിക്കാരെയും മർദ്ദിച്ചിട്ടുണ്ടാവും. ഞാൻ വിചാരിക്കണേ കോൺഗ്രസ്സുകാരെ മർദ്ദിച്ചിട്ടുണ്ടാവും, CPM കാരെ മർദ്ദിച്ചിട്ടുണ്ടാവും, BJP മർദ്ദിച്ചിട്ടുണ്ടാവും, ലീഗുകാരെ മർദ്ദിച്ചിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഒരു മർദ്ദന ഉപാധിയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതല്ലാതെ ഇവർക്ക് എപ്പോഴെങ്കിലും തിരിധാരണ ഉണ്ടായിരുന്നോ ഇത്രയും കൊല്ലം സർവീസിൽ ഇരുന്നിട്ട്? ഇല്ലല്ലോ. പോലീസിന്റെ സ്വഭാവം ആ അർത്ഥത്തിൽ മർദ്ദനമുണ്ട് പോലീസിൽ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യം, ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടുള്ളത് കൊണ്ട് വലിയ തോതിലുള്ള രാഷ്ട്രീയ ഇൻപുട്ട് പോലീസിലേക്ക് വരുന്നില്ല. പോലീസുകാരുടെ രാഷ്ട്രീയം ഉണ്ടാവുന്നല്ലാതെ ഇപ്പോ ഭരണകക്ഷിക്ക് അങ്ങനെ ഇടപെടാനൊന്നും പറ്റില്ല ഇപ്പോഴത്തെ ഒരു പോലീസിന്റെ നടപടിയിൽ നിന്ന് ഞാൻ വിചാരിക്കണം. ഇപ്പൊ ചില പഴയ സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്തേക്കാം. മാത്രമല്ല ഭരണം മാറാൻ പോവാന്നുള്ളതുകൊണ്ട് പോലീസും ചിലപ്പോൾ ഉള്ളിൽ ഭയമുണ്ട്, ആടി നിൽക്കുന്ന പോലീസുകാർക്കും ഭയമുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഈ കാര്യമൊക്കെ നന്നായി അറിയാവുന്ന ഒരു സീനിയർ പോലീസ് ഓഫീസർ ഇത്തരം തരം താഴ്ന്ന് പോടാ പുല്ലേ പോലീസ് എന്ന് പറയുന്നുവെങ്കിൽ, തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അവർ DGP ബോർഡ് വെക്കുക. അതാ ഞാൻ പറഞ്ഞു, DGP ബോർഡ് എന്തെല്ലാം ബോർഡ് അവർ വെച്ചു നമുക്ക് എന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ജനാധിപത്യത്തിന്റെ ഭാഗമായി ഇപ്പോഴും വന്നിട്ടില്ല. അവരിപ്പോഴും രാഷ്ട്രീയ പോലീസാവുകയാണ്, രാഷ്ട്രീയത്തിൽ നിന്ന് പോലീസാവുകയാണ്. അത് യഥാർത്ഥത്തിൽ അവരുടെ നിലവാരം വളരെ പെട്ടെന്ന് തുറന്നു കാണിക്കുകയും അവർ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ദയനീയ പരാജയമാവുകയും ചെയ്തു എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്.